ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഞാൻ നേഹയെ അന്ന് എൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ ജീവിതം എന്താകുമായിരുന്നേനെ എന്ന്. ചിലപ്പോൾ ഇന്നും ഞാൻ ആ വ്യക്തിയുടെ വസ്ത്രങ്ങൾ അലക്കിയും അയാൾക്കു വേണ്ടി ഭക്ഷണം പാചകം ചെയ്തും വീട് വൃത്തിയാക്കിയും അയാളുടെ ജീവിതം മാത്രം പ്രകാശപൂരിതമാക്കുമായിരുന്നിരിക്കും. എന്നാൽ എൻ്റെ ജീവിതം, അത് മെഴുക്കും പൂപ്പലും മഴുക്കും പിടിച്ച് വറ്റാറായ നീർത്തടം പോലെ ആയിത്തീർന്നേനെ. ഈ ലോകത്തിലെ അനേകം സ്ത്രീകളിലൊരുവളായി അവസാനിച്ചേനെ. പക്ഷേ എൻ്റെ വിധി മറ്റൊന്നായിരുന്നു. കുട്ടിക്കാലം തൊട്ട് എൻ്റെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവച്ചിരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിത തന്നെയാണ് എന്നോട് വിശ്വാസവഞ്ചന കാട്ടിയത്. 2 വർഷം കഴിഞ്ഞാണ് അവൾ എന്നോട് ചെയ്ത വഞ്ചനയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. അറിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഇല്ലാതായതുപോലെ തോന്നി. ഭൂമി കീഴ്മേൽ മറിഞ്ഞതുപോലെ ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ പേര് റിയ ശർമ്മ, വയസ്സ് 32. പക്ഷേ ഈ കഥ തുടങ്ങുന്നത് എനിക്ക് 28 വയസ്സുള്ളപ്പോഴാണ്. ആശകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ പ്രായം. ഭ്രാന്തമായ കാൽപ്പനിക ലോകത്ത് ജീവിക്കുന്ന കാലം. ഞാൻ ജയ്പൂരിലാണ് താമസിക്കുന്നത്. അതെ, ആ പിങ്ക് സിറ്റിയിൽ. അവിടുത്തെ അന്തരീക്ഷത്തിൽ പോലും പ്രണയമാണ്. കാൽപ്പനിക ലോകത്ത് മനസ്സ് വിഹരിക്കുന്ന എന്നിൽ അത് കുറെ കൂടി പ്രണയം നിറച്ചു. എൻ്റെ കുടുംബം ഒരു മിഡിൽ ക്ലാസ് കുടുംബമായിരുന്നു. അച്ഛൻ റിട്ടയേർഡ് സ്കൂൾ പ്രിൻസിപ്പൽ. അമ്മ ജോലിക്കൊന്നും പോയിട്ടില്ല. അമ്മ കുടുംബിനി. ഭർത്താവും മക്കളും മാത്രമാണ് ലോകമെന്ന് കരുതി ജീവിച്ചു. എനിക്ക് ഒരനിയനുണ്ട്, രോഹിത്. അവൻ എന്നേക്കാൾ 4 വയസ്സിന് ഇളയതാണ്. എഞ്ചിനീയറിംഗ്, ജോലി, സ്വന്തം ജീവിതം, ഇതുമാത്രമാണ് അവൻ്റെ ലോകം. പക്ഷേ എൻ്റെ ലോകം തീർത്തും വ്യത്യസ്തമായിരുന്നു. പഠിക്കാൻ കുഴപ്പമില്ലായിരുന്നു. വായന, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കഥകളുടെയും കവിതകളുടെയും റൊമാൻറ്റിക് നോവലുകളുടെയും ലോകത്ത് ജീവിക്കുന്ന സ്വപ്നജീവിയായിരുന്നു ഞാൻ. നിറയെ വിവാഹ സങ്കല്പങ്ങളും പ്രേമചിന്തകളുമായി ജീവിച്ചു പോവുകയായിരുന്നു. എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം മനസ്സിലാക്കി സഫലീകരിച്ചു തരുന്ന ഒരാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ അമ്മ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു, ഇതൊക്കെ കഥകളിലും നോവലുകളിലും മാത്രമേ കാണൂ എന്ന്. റിയ, നീ വളരെ ഇമോഷണലാണ്, പ്രാക്ടിക്കൽ ആകൂ എന്ന് അമ്മ എന്നും പറയുമായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും മുഖവിലക്കെടുക്കാറില്ല. അമ്മയുടെ കാലഘട്ടമല്ലല്ലോ ഇത് എന്ന് ഞാൻ ചിന്തിച്ചു. BAക്ക് ശേഷം B.Ed എടുത്ത് ഞാൻ സ്കൂൾ ടീച്ചറായി. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ ആസ്വദിച്ചിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ തിരഞ്ഞെടുത്തു എന്നതാണ് എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകിയ കാര്യം. അങ്ങനെയിരിക്കെയാണ് ഞാനൊരു ദിവസം രാഹുലിനെ പരിചയപ്പെടുന്നത്. രാഹുൽ, ആ പേര് ഇപ്പോഴും എന്നിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വികാരങ്ങൾ ഉണ്ടാക്കുന്നു. അത് വെറുപ്പാണോ, സ്നേഹമാണോ, ദേഷ്യമാണോ എന്ന് തിരിച്ചറിയാനാവാത്ത ഒന്ന്. രാഹുലിനാൽ ചതിക്കപ്പെട്ടു എന്നതിലുപരി എന്നെ ഇന്നും വേദനിപ്പിക്കുന്നത് രാഹുലിനായി മാറ്റിവച്ച എൻ്റെ ജീവിതത്തിലെ നല്ല കാലത്തെ ഓർത്താണ്. രാഹുലിനായി ഞാൻ വേണ്ടെന്ന് വച്ച എൻ്റെ കരിയറിനെ കുറിച്ചോർത്താണ്. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിലെ നല്ല സമയങ്ങൾ. സ്നേഹിച്ചവർക്ക് വേണ്ടി ജീവിച്ച് അതിൽ സന്തോഷം കണ്ടെത്തി അവരെ വിശ്വസിച്ച് ഒടുക്കം ബാക്കിയാവുന്നത് സങ്കടം മാത്രമാണ്. അവരിൽ ഭൂരിപക്ഷവും അവസാനം തനിയെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. സ്നേഹം നൽകി പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണവർക്ക് ഏകാന്തതയേക്കാൾ വലിയ കൂട്ട് മറ്റെന്താണ്? വിശ്വസിച്ചവർ മുറിവേൽപ്പിക്കുമ്പോൾ ആ മുറിവിന് ആഴം കൂടും. പ്രണയവിഷം കൊണ്ട് നമ്മൾ വിശ്വസിച്ചവർ തന്നെ നമ്മളെ ജീവനോടെ കൊല്ലുന്നു. സ്നേഹം എന്നത് അടിമത്വമല്ല, പരസ്പരം അംഗീകരിക്കലാണ് എന്ന തിരിച്ചറിവ് പോലും അന്നെനിക്കില്ലായിരുന്നു. വൈകിയാണെങ്കിലും ഇന്നെനിക്ക് ആ തിരിച്ചറിവുണ്ടായിരിക്കുന്നു. എനിക്കെല്ലാം നൽകി എന്നിൽ നിന്ന് അതെല്ലാം തട്ടിയെടുത്ത് ഒടുക്കം എന്നിൽ നിന്നും അകന്നുപോയ രാഹുൽ. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ സയൻസ് ടീച്ചറായിരുന്നു രാഹുൽ.
ഞാനവിടെ ജോയിൻ ചെയ്യുന്നതിന് 1 വർഷം മുൻപേ രാഹുൽ അവിടെയുണ്ട്. സ്റ്റാഫ് റൂമിൽ വച്ചായിരുന്നു ഞാൻ അവനെ ആദ്യമായി കണ്ടത്. അവന്റെ കണ്ണിലെ അസാധാരണ തിളക്കവും അവന്റെ ആരെയും ആകർഷിക്കുന്ന പുഞ്ചിരിയും എന്റെ മനസ്സിനെ ഏറെ ആകർഷിച്ചു. കുട്ടിക്കാലം തൊട്ടെനിക്ക് ആൾക്കൂട്ടത്തിൽ നിന്നും ഒളിച്ചോടുന്ന സ്വഭാവമായിരുന്നു. ആളുകളിൽ നിന്നകന്ന് എന്റേതായ ഒരു ലോകത്ത് ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സംസാരം ഗുഡ് മോർണിംഗിലും ബൈയിലും ഒതുങ്ങി. ഈ വ്യക്തിയുമായുള്ള എന്റെ അടുപ്പം അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്കുള്ള കാൽവയ്പാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ ബന്ധത്തിലേക്ക് വീഴില്ലായിരുന്നു. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ തെറ്റ്. ഒരു ദീപാവലി കാലം. കുട്ടികൾ ദീപങ്ങൾ തെളിയിച്ചും പടക്കങ്ങളും പൂത്തിരികളും കത്തിച്ചും കലപില കൂടിയും സെലിബ്രേറ്റ് ചെയ്യുന്നു. സ്റ്റാഫ് സെലിബ്രേഷൻ വൈകിട്ട് പ്രിൻസിപ്പലിന്റെ മുറിയിൽ. ഞാൻ ഒരു പ്ലേറ്റിൽ ഗുലാബ് ജാമുനുമായി ജനലിനരികിൽ നിൽക്കുകയായിരുന്നു.